ഹേയ് ഗായ്സ്, ഇത് ഞങ്ങളുടെ വളകാപ്പിൻ്റെ വീഡിയോ ആണ്. ആക്ച്വലി ഈ വീഡിയോ ഞങ്ങൾ ഇടണം എന്ന് വിചാരിച്ചതല്ല, ഷോർട്സ് മാത്രം മതി എന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളിൽ കുറച്ച് പേര് കുറച്ച് കമൻസ് ഇട്ടു. കുറച്ചെന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും അല്ല, ഒന്നും രണ്ടും ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ മുക്കിനെ, അതായത് ഞങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞേനെ. അതെ, മുക്കാനിവം എടുക്കാനാ അല്ല, അങ്ങനെയല്ല, അപ്പം റിമൂവ് ചെയ്ത് കളഞ്ഞാനേ. പക്ഷെ ഒന്നും രണ്ടും അല്ല, കുറച്ചധികം കമൻസ് വന്നു. അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ വളകാപ്പിൻ്റെ വ്ലോഗ് ഇടുവാണ്. നിങ്ങൾ കണ്ടു നോക്കി, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഇടാത്തതിൻ്റെ കാരണം വലിയൊരു സംഭവം തോന്നിയില്ല അതുകൊണ്ട് ഇടാഞ്ഞത്. അപ്പോൾ കമൻറ്റ് നോക്കൂ, പിന്നെ വീഡിയോ എൻജോയ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ ആണ്. 7-ാം മാസം തുടങ്ങി. അപ്പോൾ വളകാപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട്. കാടല്ല, ഇതൊരു റിസോർട്ടാണ്. പക്ഷെ കേറി വരുമ്പോ തന്നെയുള്ള ആംബിയൻസ് കാണണം. നമ്മള് ഫുള്ള് ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഈ വഴി കൂടെയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കൂ, കാട്. അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, എല്ലായിടത്തും കാട്. പക്ഷെ രാത്രി കാണാൻ നല്ല രസമായിട്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. എൻചാന്റഡ് വുഡ് റിസോർട്ട് എന്നാണ് ഇതിന്റെ പേര്. അങ്ങനെ പറയും. ഓ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരൊക്കെ അങ്ങനെ പറയും, നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചവരൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ എറണാകുളത്ത് പെരുമ്പാവൂർ അടുത്താണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. നമുക്ക് ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. ഈ വളകാപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വലിയ പിടുത്തമൊന്നുമില്ല ഞങ്ങൾക്ക്. അപ്പൊ നമ്മുടേതായ രീതിയിൽ എന്തൊക്കെയോ നമ്മൾ നടത്തുന്നു തന്നെയോടാ. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക, വഴിയെ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, നമ്മുടെ ഈ വളകാപ്പിൻ്റെ ഈവൻറ്റ് ഞങ്ങൾ മാനേജ് ചെയ്യാൻ കൊടുത്തു വെച്ചത് ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ടീമിനാണ്. ഫെയറി ഈവൻറ്റ്സ് എന്നാണ് അവരുടെ പേര്. ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ കൊടുത്തേക്കാം. ആക്ച്വലി എനിക്ക് സിമ്പിളായിട്ടൊരു പ്രോഗ്രാം മതി എന്ന് പറഞ്ഞ് എൻ്റെ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചു. അവർ ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടായിരുന്നു. ഡെക്കറേഷൻ ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അവർ തന്നെ മാനേജ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തരുമായിരുന്നു. സോ ഇതാണ് അവരുടെ വർക്ക്. ഇന്ന് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് മേധ മേക്ക് ഓവേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ആൾക്കാരാണ്. ഒരു ചിരി കണ്ടു മുകളിൽ. നല്ല സ്വിമ്മിംഗ് പൂളും നല്ല അടിപൊളി വ്യൂ ഒക്കെ വരുന്നൊരു ശാലീന സുന്ദരമായ അന്തരീക്ഷമാണ് ഈ റിസോർട്ടിലുള്ളത്. നിങ്ങൾ 1, 2, 3 അതിൽ കൂടുതൽ ഫ്രണ്ട്സോ ഒന്നിച്ച് ആറ്റിൽ ചാടി ചാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ല, ആറ്റിങ്കരയിൽ ഇരുന്ന് ഒന്നിച്ച് കഥകൾ പറഞ്ഞ് അയവർക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ് നിങ്ങൾക്ക് ഈ സ്ഥലം ചൂസ് ചെയ്യാം. സൈഡിലിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഗസ്റ്റുകളും സെൻട്രലിലോട്ട് വന്നിരിക്കേണ്ടതാണ്. മുണ്ട് പറഞ്ഞു ഫ്രണ്ടില് മുണ്ട്. പ്രശ്നമൊന്നുമില്ല, ആരും പേടിക്കണ്ട. നമ്മുടെ സ്വന്തം പരിപാടിയാണ്. ഞങ്ങൾ തന്നെയാണ് ആങ്കർ ചെയ്യുന്നത്. വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേരെ മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് വന്ന ആൾക്കാർ പ്രത്യേക ശ്രദ്ധയ്ക്ക് മുന്നിൽ വന്നിരിക്കേണ്ടതാണ്. അതെന്തുവാ, എറണാകുളംകാർ മുന്നിൽ വന്നിരിക്കേണ്ടതാണ്, എല്ലാവരും മുമ്പോട്ട് പോവാ. തൃശ്ശൂരുകാർ മുന്നിൽ വന്നിരിക്കേണ്ടതാണ്. തികച്ചും പ്രൊഫഷണലായ ഒരു പരിപാടി നിങ്ങൾ ആരും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. വളരെ അലമ്പായ ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേടാ? നിങ്ങളെല്ലാവരും ചെറുപ്പമാണ്, നിങ്ങൾ പതുക്കെ വരരുത്, ഓടിച്ചാടി വരണം. വളകാപ്പ് ഫംഗ്ഷനാണ് നടക്കുന്നത്. കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും വളകാപ്പ് എന്താണെന്ന്. എനിക്കറിയാൻ പാടില്ല, ഞാൻ ഒട്ടും അറിയാൻ പാടില്ല. ഇല്ല, എനിക്കറിയാം. ഞാൻ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങളൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുന്നതാണ്. ഒറ്റ തവണയെ കാണിക്കുള്ളൂ, റിപ്പീറ്റേഷൻ ഇല്ല. ക്യാമറാമാൻമാരുടെ ശ്രദ്ധയ്ക്ക് ഒറ്റ തവണയേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം തന്നെ എടുത്തേക്കണം. അപ്പൊ നിങ്ങള് നിന്നെ ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്നല്ലേ, ഇന്ന് ഞാൻ നിനക്ക് ഇൻസ്ട്രക്ഷൻസ് തരാം. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക, കൈകൾ ഇരുവശത്തേക്കും അകത്തുക, ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഒരു പ്രാവശ്യം ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. അതുപോലെ പ്രായഭേദമന്യേ, അങ്ങനെ ഇടാവാക്ക്. അതെ, എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റാ, തട്ടിക്കോ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. നിങ്ങളെല്ലാവരും വലിപ്പ ചെറുപ്പം നോക്കാതെ വന്ന് ചെയ്യേണ്ടതാണ്. ഈ ചെയ്യുന്നതിലൊന്നുമല്ല കാര്യം, മെയിൻ ആയിട്ട് എന്നെ എല്ലാവരും മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ എല്ലാവരും വന്ന് അതുപോലെയൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ഞങ്ങളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച്
സന്തോഷമായിട്ട് കിടന്ന് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വന്നിട്ട് മഞ്ഞൾ എടുക്കുക, 2 കവളത്തും തേക്കുക, കുങ്കുമം എടുക്കുക, ഇത്തിരി നെറ്റിക്ക് തേച്ച് തരാം, വള എടുക്കുക, 2 കയ്യിലിട്ട് തരാം. സ്വീറ്റ്സ് എടുത്ത് തരരുത്. അടുത്ത ചെക്കപ്പിന് വരുമ്പോൾ ഡോക്ടർ എന്നോട് പറയും എനിക്ക് ഷുഗർ ആണെന്ന്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രത്യേകം കിട്ടിയത് തണ്ണിമത്തൻ ഇരിപ്പുണ്ട്. അതാകുമ്പോൾ ആഡഡ് ഷുഗർ ഒന്നുമില്ല. അത് മാത്രം എടുത്ത് തരിക. സ്വീറ്റ്സ് നിങ്ങളെടുത്ത് കഴിച്ചോളൂ. ഓക്കെ. പിന്നെ ഒരു മാലയുണ്ട്. അത് വിനുവിന് മാത്രം ഇടാനുള്ളൂ. മാലയ്ക്ക് വില കൂടുതലായതുകൊണ്ട് ഒരെണ്ണം മേടിച്ചോളൂ. അപ്പം അത് മാത്രം വിനു ഇടും. ബാക്കിയുള്ള കാര്യങ്ങൾ വിനു ചെയ്യുന്നത് പോലെ നോക്കിയിട്ട് നിങ്ങളെല്ലാവരും വന്ന് സംഭവമൊക്കെ ചെയ്യുക. പക്ഷെ അനുഗ്രഹം അത് മസ്റ്റാണ്. കാട്ടി ചെന്ന് പെട്ടൊരു ഫീല് കേട്ടോ. കുറുക്കന്മാർ ഒന്നുമില്ല. ഇവിടെ ഇരുന്ന് പൊട്ടിന്റെ മുകളിൽ, പൊട്ടിന്റെ മുകളിൽ ഇവിടെ 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 ദീർഘസുമംഗലി ബാവ അത് കേട്ടോ. ദീർഘസുമംഗലി ഭവാന്ന് അവന്റെ കാര്യം അവൻ തന്നെ സെറ്റ് ചെയ്യും ആദ്യം തന്നെ. 2 കയ്യിലും 2 വെച്ച് മതിയാ. ശരാ കൈ കയറണേ. കയറും കയറുവോ? താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാരും കണ്ടുപിടിച്ചല്ലോ. നീ ഇതുപോലെ എല്ലാരും കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ ആരാണ് ആദ്യം വരുന്നേ? ഞാൻ പറഞ്ഞുതരാം. മഞ്ഞൾ എടുത്തിട്ട് ഇടത്തെയും വലത്തെയും കവളത്ത് പതുക്കെ മെതുവ. ആ ഇനി നേരെ കുങ്കുമം എടുത്ത് ഇതിന്റെ പുറത്തോട്ട്. താങ്ക് യു വെരി മച്ച്. ആ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എനിക്ക് എന്റെ ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഇവിടെ കൊടുത്താൽ മതി. ഗായ്സ്, നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെസ് ദ ബേബി. ബോയ് ആണോ ഗേൾ ആണോ ബേബി നമ്മളിവിടെ എല്ലാവരോടും പോയി ചോദിക്കാൻ പോവാം. കമോൺ ചേട്ടാ, ഞങ്ങൾക്ക് ഏത് കൊച്ചായിരിക്കും ഇതിൽ ഏതാ തോന്നണമെന്ന് വെച്ചാൽ അതും പൊക്കി കാണിച്ചേ. ആ ഗേൾ. ഓക്കെ, ചേച്ചിക്ക് എന്താ തോന്നണേ? അത് മറ്റില്ല ക്ലീഷ ഡയലോഗാ. ഇത് മറ്റേണ്ടല്ലോ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ? ഈ രണ്ടുപേരും ഇഷ്ടം. അടുത്ത നമ്മുടെ ഷോണിമ ചേച്ചി വരുന്നുണ്ട്. വരൂ. ഇതെന്താ ട്രോഫി കൊണ്ട് വരുന്നേ? ഇവരൊന്നും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്തൊക്കെ ചെയ്യേണ്ടത്? കറക്റ്റ്. നിങ്ങൾ പക വിട്ടാൻ വന്നേക്കുള്ളൂ. ഞങ്ങക്ക് ബോയ് ആയിരിക്കും ഗേൾ ആയിരിക്കും? ചോദിക്കണതിന് മുമ്പേ പൊക്കി കാണിച്ച് പറയൂ. യെസ് ഓഫ് കോഴ്സ്. ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഞാനിരിക്കട്ടെ. അനുഗ്രഹിക്കുക. ആ നല്ല അനുഗ്രഹം. ഓക്കെ ഗേൾ. ചേച്ചി രണ്ടുപേരും അവർ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാ. ചേച്ചി ഗേളായിരിക്കും ബോയായിരിക്കും? ഓക്കെ ബോയ്. മാധവന് ഏതാ ഇഷ്ടം? ഓ ബോയ്. അവര് കളിക്കാൻ ആളായിരുന്നു. പിന്നെ രണ്ടോ അതിൽ കൂടുതലോ പറയുമ്പോ എല്ലാവർക്കും നമസ്കാരം. ശീതലിന്റെയും വിനുവിന്റെയും വളകാപ്പ് ഫംഗ്ഷനിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹ ആശംസകൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ അവസരം ഭംഗിയാക്കി മാറ്റാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന്, നല്ലൊരു ബേബി ഗേളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരുമാനിച്ചു. അതാണല്ലോ ഭൂരിപക്ഷം പറയണേ. ഐശ്വര്യത്തിന്റെ ലക്ഷണം. നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇത് മൂറും. ഇത് ഐശ്വര്യം കുറച്ച് ഇരട്ടി ആയിക്കോട്ടെ. സുമംഗലി ഭവ. എന്നും ഇതുപോലെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. വളയൊക്കെ ഇട്ട് ഇതുപോലെ സുന്ദരിയായിട്ടിരിക്കട്ടെ.
അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഹോളിയാണെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൊടുത്തെങ്കിൽ അറിയാം. നീ ഞാൻ മുണ്ട് വാരിയിട്ട് ഞാൻ വരട്ടെ, ഈ അലക്കാൻ വയ്യാത്തോണ്ടാ. മോളെ കള്ള പറ. വീണ്ടും നിങ്ങൾ ക്ഷമിക്കണം, കൊല്ലാൻ പോവാ. റെക്കോർഡിംഗ് അല്ലേടാ. കാനഡയിൽ നിന്ന് വലിഞ്ഞേറി വന്നൊരു സാധനമാണിത്. കഴിഞ്ഞ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് നമുക്ക് വരാൻ പറ്റത്തില്ല, അവിടുന്ന് വിസയൊന്നുമില്ല, അടുത്ത മാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കെട്ടിക്കേറി വന്നേക്കുവാണിത്. അങ്ങനെയല്ല, കാനഡയിലായിരുന്നു ഇപ്പൊ ഒരു 6 മാസത്തിന് മുകളിലായിട്ട്. ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് എന്നോട് വിനു പറഞ്ഞു, എടോ ഒരു ഷോട്ട് എടുക്കണം, താഴെ ഫ്രണ്ടിലോട്ട് വന്ന് പറഞ്ഞപ്പോ ഞാൻ മുടി പോലും ക്ലിപ്പ് ചെയ്ത് വന്നപ്പോ പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ എന്റെ പ്രസവത്തിന്റെ സമയത്ത് ഉണ്ടാവില്ല, അപ്പൊ വളകാപ്പെങ്കിലും അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കാനഡയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു വന്നത് ഞങ്ങളുടെ വളരെ ഒരു ആത്മമിത്രമാണ്. എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. കൊച്ചിങ് വരാവോ? ഒറ്റ മിനിറ്റ് നിക്ക് കുഞ്ഞാപ്പി, ഒറ്റ മിനിറ്റ് ഒന്ന് വരാവോ കൊച്ച്? കൊറേ പേരുണ്ടോ? ആ വന്നു. 3, 2, 1 റോളിംഗ് ആക്ഷൻ. വന്നോ? വിളിക്കുന്ന പോലെയില്ല, മെസ്സേജ് അയക്കുന്നില്ല, ഞാൻ സ്കിപ്പ് ആവാൻ പെട്ട പാടെ എനിക്ക് എടോ ഞാൻ താഴെ നിൽക്കുവാണ്, ഞാൻ തിരിച്ചു നിൽക്കുവാണേ. തോണ്ടിയിട്ട് ഞാൻ തിരിച്ചപ്പോഴത്തേക്കും ആരെ കണ്ടു നല്ല പിടിച്ച് പെട്ടെന്ന് നീ കത്തിയത്. ഞെക്കി ഞാൻ കൊന്നായിരുന്നു അതുമേ തന്നെ. ഇല്ല ശ്രദ്ധിക്കണം, മുറിക്കാൻ പോവാണ്, പിന്നെ വീണ്ടും മുറിക്കത്തില്ല കേട്ടോ. ഒരു മിനിറ്റ്, ക്ലാപ്പ് ചെയ്തില്ലെങ്കിൽ ക്ലാപ്പ് ചെയ്യാത്തവർക്ക് കേക്കില്ല. ഓക്കെ, ഗൈസ്, കുറേ പേര് നമ്മളോട് കമൻറ്റിൽ ചോദിച്ചു കേക്ക് എവിടെന്നാന്ന്. ഇതാ കേക്ക് എടുത്തേക്കുന്ന പേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കേക്ക് ടൈം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. എറണാകുളം പെരുമ്പാവൂരാണ് അവരുടെ സ്ഥലം. നല്ല സൂപ്പർ കേക്കാണ്. കേക്ക് മാത്രമല്ല, സൈഡിൽ കുറേ കപ്പ് കേക്ക്, ബ്രൗണീസ്, അങ്ങനത്തെ കുറേ ഐറ്റംസും കൂടെ അവർ ചെയ്ത് തന്നിരുന്നു. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അവരുടെ അടുത്ത് ബുക്ക് ചെയ്ത് അവരുടെ വീട്ടിൽ പോയി കളക്ട് ചെയ്ത് വീണ്ടും വാങ്ങി കഴിച്ചു. അത്രയ്ക്ക് സൂപ്പർ കേക്കാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ആക്ട് ചെയ്താൽ മതി, അത് കൊഴിഞ്ഞു വീഴുന്നു. ഇതാണോ ആക്ടിങ്? 1 കിലോ എടുത്തിട്ടുണ്ടല്ലോ. എന്റെ ആഗ്രഹം തിരിച്ചാ ഓ അയ്യേ നാണക്കേട്.
കറക്റ്റ്. ഗായ്സ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത് ഇവരാണ്, മേധ മേക്ക് ഓവേഴ്സ്. ആക്ച്വലി നല്ല മേക്കപ്പ് ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീമാണ്. പുട്ടിയിട്ട പോലെ ഒന്നും തോന്നാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു ചെയ്തു തന്നത്. ഒത്തിരി ടൈം ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചൂടായതുകൊണ്ട് ഞാൻ വേർത്തൊലിക്കുമായിരുന്നു, എന്നിട്ട് പോലും നന്നായിട്ട് മേക്കപ്പ് ലാസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഗേൾ ആയിരിക്കും ബോയ് ആയിരിക്കും? ബോയ് എടുക്കുന്നത് ഗേൾ ആയിരിക്കും ബോയ് ആയിരിക്കും? എടുക്ക്. എന്തോ പറഞ്ഞു? രണ്ടുപേരും എടാ മണ്ട, ട്വിൻസ് അല്ല ഇത്, ട്വിൻസ് അല്ലടാ. ഞാൻ മനസ്സിൽ ട്വിൻസ് കണ്ടു, പണ്ഡിതനാണെന്ന് തോന്നുന്നു. എടാ ഡോക്ടർ പറഞ്ഞേക്കുന്ന ട്വിൻസ് അല്ല. നീ എന്തോ, നീ ആര്? നീ ബോയ് ബോയ് ബോയ്. ഞങ്ങൾക്ക് ആണുവാവയായിരിക്കോ പെണ്ണുവാവയായിരിക്കോ? ഏതാ ചൂസ് ചെയ്യുന്നത്? നമ്മൾ ചോദിക്കുന്നത് പറഞ്ഞപ്പോഴേ എന്റെ മൈൻഡിൽ ആദ്യം ഒരു കുട്ടി വിനുവാണ് വന്നത്. ബേബി ബോയ് ആയിരിക്കോ ഗേൾ ആയിരിക്കും? എനിക്കും ബോയ് ആണ് തോന്നിയത്. എടാ പറയടാ, ഞങ്ങക്ക് ബേബി ബോയ് ആയിരിക്കോ ഗേൾ ആയിരിക്കോ? ഏതാണെന്ന് തോന്നണേ? നിന്നോട് ചോദിക്കുമ്പോ നീ പറഞ്ഞപ്പോ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഓക്കെ, അവൻ വോട്ട് ഫോർ ബോയ്. ഓക്കെ, ഞാനെങ്കിൽ ഉണ്ണിച്ചുട്ടാ. എന്തോ പറഞ്ഞോ നീ? ബോയ് ബോയ്. എന്തോ ആശി പറഞ്ഞു? ആശി കളിക്കാൻ കൂട്ടില്ല, അതിലാണ്. ആരോ വരുന്നുണ്ട്, പഴയ പോലെ കണ്ണൊന്നും പിടിക്കുന്നില്ല. കുഞ്ഞിനമ്മയ്ക്ക് ഫുഡ് എടുത്താടാ മുണ്ടാ. അയ്യോ, ഇപ്പോഴെങ്കിലും കണ്ടത് ഭാഗ്യം. ഹാവൂ, മാനം പോയില്ല.